ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായി, കുറേ ലേറ്റായിട്ടാണ് നമ്മളിപ്പോൾ ഈദ് വ്ളോഗ് ഇടുന്നത്. പനിയൊക്കെ പിടിച്ചിട്ട് കിടപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ വയ്യാതെ കിടക്കുമ്പോൾ നമുക്കും വേണ്ടി ഇപ്പോൾ ഈ ഇങ്ങനത്തെ വർക്കൊന്നും ചെയ്തു തരാൻ പാറ കൊണ്ടും കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആയതാണ്. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെയും പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇശാനു ശേഷമാണ് കേട്ടോ ഞാൻ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. കഴിഞ്ഞ ഈദ് വ്ളോഗുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ കുറച്ചായിട്ട് പെരുന്നാളിന് ഫുഡൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, തലേദിവസം കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടാവലില്ല. പിന്നെ ഡിസേർട്ട് എന്തെങ്കിലും സെറ്റാക്കി വെക്കും. ഇവിടെ ആണെങ്കിൽ എപ്പോഴും എല്ലാ പെരുന്നാളിനും കസ്റ്റേർഡ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഞാൻ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കസ്റ്റേർഡാക്കി ചെയ്യാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒരു പരീക്ഷണമാണ് ചെയ്യാൻ പോണത്. മാംഗോ സാഗോ കസ്റ്റേർഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ലിറ്റർ, അതായത് 2 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കസ്റ്റേർഡ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പിന്നെ അത് ചൂടാറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ ബാക്കി മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പോൾ ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരം ചേർക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് മധുരം കുറച്ച് ഓവറായി എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നാലാണ് നമ്മൾ ഇത് നല്ലോണം തണുത്തൊക്കെ സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മധുരം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മളൊരു 1/2 ടിന്ന് ഒഴിച്ചാലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടുമൊന്നുമില്ല. പക്ഷേ എന്നാലും ആ ഒരു റിച്ച്നെസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമുക്ക് ഇതൊക്കെ ശരിക്കും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റിലെ. അപ്പോൾ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ട് അതിനും കൂടി അളവിൽ ഫുള്ളായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ആക്കിയാൽ. അപ്പോൾ ഇനി ഇതിൽക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. പാല് നല്ലോണം തിളച്ച് വരുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് കസ്റ്റേർഡ് പൗഡർ ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കി എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ക്വാണ്ടിറ്റി ഒന്നും പറയണില്ല കസ്റ്റേർഡ് പൗഡറിന്, കാരണം ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഡിസേർട്ടാണ് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ഡിസേർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അളവിൽ അതിന് റെഡിയാകുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പാല് കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് കുറുക്കിയെടുക്കാൻ. അപ്പോൾ എന്താ പറയുക, നമ്മളിത് വലിയ ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ടേബിൾ സ്പൂണ് അങ്ങനെ ഒരു കണക്കാക്കാൻ പറ്റണില്ലായിരുന്നു. ഞാൻ തന്നെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ കുറച്ച് കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് തിക്നെസ് ഇങ്ങനെ നോക്കി അങ്ങനെയാണ് കേട്ടോ ഞാനിത് കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആക്കി എടുത്തത്. അത്യാവശ്യം നല്ലൊരളവിൽ കസ്റ്റേർഡ് പൗഡർ ഞാനിതിൽ മിക്സാക്കി ചേർത്തിട്ടുണ്ട്. പെട്ടെന്നൊന്നും ആ ഒരു എന്താ പറയുക, ആ ഒരു തിക്നെസ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഫ്ലെയിം നല്ല കുറച്ച് കൊടുത്തിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നിടത്ത് കിടന്നാണ്ട് കട്ട പിടിച്ച് വെന്ത് പോകും. ഇപ്പോൾ കണ്ട ഈ ഒരു തിക്നെസ്സിൽ കിട്ടുന്നത് വരെ ഞാൻ കസ്റ്റേർഡ് പൗഡർ മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മളിത് മാംഗോ വെച്ചിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫ്ലേവറുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ എസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ കസ്റ്റേർഡ് പൗഡർ നമ്മളിതിൽ മിക്സാക്കി എടുത്ത് നല്ലോണം ഒന്ന് വെന്ത് വരുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലോണം തിളച്ച് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വലിയ ക്വാണ്ടിറ്റിയിലും ആയതുകൊണ്ടും പിന്നെ തിക്നെസ് ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നല്ലോണം 2 കൈ കൊണ്ടൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിലൊക്കെ നല്ലോണം ഇളക്കിയെടുക്കണം കേട്ടോ, കാരണം അത് അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽക്ക് നമുക്ക് മാംഗോ സാഗോ കസ്റ്റേർഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാഗോ സീഡ്സ്, അതായത് നമ്മളെ ചവ്വരി ഉണ്ടല്ലോ, ചവ്വരി വേവിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1/4 കിലോ ചവ്വരി വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ മുന്നേ തന്നെ നല്ലോണം കഴുകിയിട്ട് ചവ്വരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു.
അതിനുശേഷം വലിയൊരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് അരി ഊറ്റിയിട്ട് കൊടുത്താൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം ആ വെള്ളമൊക്കെ തിളച്ച വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് സാധാ നോർമൽ ടാപ്പ് വാട്ടർ ഉണ്ടല്ലോ അതൊഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയാൽ അതിൻ്റെ ആ ഒരു വലിയ കൊഴുപ്പും പശയൊക്കെ ഒന്ന് പോയി എന്താ പറയുക ഈ സീഡ്സ് സാഗോ സീഡ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് കേട്ടോ ഈ ചവ്വരി ചേർത്ത് മിക്സാക്കണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മളിപ്പോൾ ഇതിപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അടുത്ത ദിവസത്തേക്കുള്ളതാണല്ലോ. അപ്പോൾ രാത്രി തന്നെ സാഗോ സീഡ്സും കൂടി ഇതിൻ്റെ കൂടെ മിക്സാക്കി വെക്കണം എന്നില്ല, രാവിലെ മിക്സാക്കിയാലൊക്കെ മതി. പക്ഷെ ഞാനിപ്പോൾ ഏതായാലും ഇതും ചൂടുള്ളതല്ലേ, അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചുണ്ടാക്കി വെച്ചിട്ട് ഇതിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലാവുന്നത് വരെ ഞാൻ ഏതായാലും വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടേ കിടക്കാൻ പറ്റൂ. എന്നാലും നമുക്ക് രാവിലെ എണീക്കുമ്പോഴത്തേന് നല്ല കറക്റ്റായിട്ട് തണുത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആക്കി എടുക്കൽ തന്നെ ടാസ്ക്കാണ്. ഞാൻ വലിയൊരു ചെമ്പിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കലാണ് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പാട കെട്ടിപ്പോവും. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വലിയ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ വെയിറ്റ് ചെയ്യല്ല, അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. മെയിനായിട്ട് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് മാങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങൻ്റെ കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്, കാരണം ഇത് ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആകണല്ലേ ഉള്ളൂ. ഇപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ ഷോപ്പിൽ ഇപ്പോൾ നമുക്കിങ്ങനെ കിട്ടി തുടങ്ങുന്നുണ്ട്. പക്ഷേ മധുരം ഉണ്ടാവുമോ എന്നൊക്കെ ചിലപ്പോഴൊക്കെ മാങ്ങ നമ്മളങ്ങനെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകില്ലേ. അപ്പോൾ ഇത് പുളിയാന്നുണ്ടെങ്കിൽ നമ്മൾ റെസിപ്പി മൊത്തത്തിൽ മാറ്റേണ്ടി വരും. ഫ്രൂട്ട്സ് വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, ഞാൻ ഇത് മാത്രം മതി എന്ന് ഇപ്പനോട് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ പരിപാടി മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അപ്പോൾ എന്താ പറയുക, ആദ്യത്തെ മാങ്ങ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഉള്ളിലൊക്കെ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസമായി. പിന്നെ നമ്മൾ പീസാക്കിയിട്ട് ചെറിയ പീസൊന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. നല്ല മധുരവും പിന്നെ നല്ല മാങ്ങൻ്റെ ഫ്ലേവറിൽ പലപ്പോഴും നമ്മൾ വാങ്ങുമ്പോൾ സീസൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ മധുരമൊക്കെ ഉണ്ടാവും, പക്ഷേ മാങ്ങൻ്റെ ഒരു ഫ്ലേവറൊന്നും കിട്ടലില്ല അല്ലേ. പക്ഷേ ഇത് അടിപൊളി മാങ്ങയായിരുന്നു. അപ്പോൾ 2 കിലോ മാങ്ങ ഫുള്ളായിട്ടും തൊലിയൊക്കെ ചെത്തി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു 4 മാങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് അതിൽ പഞ്ചസാര ചേർത്ത് മിക്സാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ബാക്കി 4 മാങ്ങ മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അത് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ച് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ പ്യൂരിയാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തതും മാംഗോ പ്യൂരിയാക്കിയതും സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇനിയെല്ലാം ബാക്കി പരിപാടികളൊക്കെ രാവിലെയാണ്. ഒരു കയ്യിലത്തെ നോമ്പ് 29 കിട്ടിയിട്ടുള്ളെങ്കിലും അടുത്ത ദിവസം പെരുന്നാളായിരിക്കുന്ന അത്യാവശ്യം ഒരു ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ തലേദിവസം ഉച്ചയ്ക്ക് തന്നെ അനാമിന് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഞാനൊരു ഓർഗാനിക് കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓളെ കയ്യിൽ ഞാൻ ഉച്ചയ്ക്ക് തന്നെ പരീക്ഷിച്ച് നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ അത് തീരെ കളറൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ രാത്രിയിൽ വീണ്ടും ബിഗ് ബി വെച്ചിട്ട് എൻ്റെ കയ്യിലിട്ടു, ഓളെ കയ്യിലിട്ട് കൊടുത്തു. പിന്നെ ഓൾക്ക് നോർമൽ നമ്മൾ അരച്ച മൈലാഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം രാവിലെയാണ്. രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മൈലാഞ്ചിയൊക്കെ നല്ല സൂപ്പറായിട്ട് ചോന്നിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചിയൊക്കെ ചോന്നിട്ട് തന്നെ ഞാൻ കിടന്നത്. ബിഗ് ബി ആകുമ്പോൾ പെട്ടെന്ന് ചോക്കല്ലോ, ദാസയാണ് ഇട്ടെന്നത് ഒരു കയ്യിൽ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. നമുക്ക് ചെറിയ പെരുന്നാളിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണല്ലേ ഈദ്ഗാഹിന് പോവുക. അപ്പോൾ എല്ലാവരും ഈദ്ഗാഹിനൊക്കെ പോകാനും വേണ്ടി റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. അസനെയും ആദിനെയൊക്കെ വിളിച്ച് എണീപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. അനാമിനെ മാത്രം എണീപ്പിച്ചിട്ടില്ല. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കൂടി കഴിഞ്ഞിട്ട് ഓളെ വിളിച്ചാൽ മതിയെന്ന് വിചാരിച്ച് നിൽക്കുക. പിന്നെ എല്ലാവർക്കും പിന്നെ സുബഹിയൊക്കെ നിസ്കരിക്കാനുള്ളതുകൊണ്ട് എല്ലാവരും നേരത്തെ എണീപ്പിച്ചു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കിച്ചണിക്ക് വരാൻ പറഞ്ഞാണ്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ആക്കിയത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ അടുത്ത ദിവസക്കും കൂടി കരുതി ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചതിരുന്നു. തലേദിവസം നമുക്ക് നോമ്പ് തുറക്കാനും ദോശയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും കുറച്ച് അധികം വെച്ചിട്ട് എന്നാൽ പിന്നെ രാവിലെ അത് ചൂടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ സായറാക്കൻ്റെ ഇടയിൽ കൂടെ ഭക്ഷണം കഴിച്ച് പോയി, ഉപ്പ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് റെഡി ആവുന്നതിനനുസരിച്ച് വന്ന് കഴിച്ചു കൊണ്ട് പോവാണ് കേട്ടോ. കാരണം നമുക്ക് ഈദ്ഗാഹിൻ്റെ അവിടെ നമുക്ക് ലേറ്റ് ആവാതെ എത്തണമല്ലോ. അനാമിനെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ചായയുടെയും കഴിഞ്ഞിട്ട് അനാമിനെയും കൂടി എണീപ്പിച്ച് ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം കേട്ടോ.
അപ്പോൾ ദാ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി വന്നപ്പോൾ തന്നെ താരൊക്കെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ 7:15 നിസ്കാരം പറഞ്ഞിട്ടുള്ളത് ഈദ്ഗാഹിൽ. അപ്പോൾ എന്താ പറയുക, നമ്മളിവിടെ 7 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ കൂടുതൽ ഫോട്ടോസ് എടുക്കാനെന്നുള്ളൊരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനൊന്നുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പോവാണ്. സായറാക്കിയും ഉമ്മയും ഞാനും കുട്ടികളും കേട്ടോ പോണത്. ഇപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള പള്ളിയിലാണ് കേട്ടോ പോവൽ. നമ്മൾ കോട്ടപ്പടി ഗ്രൗണ്ടിലാണ് ഇപ്രാവശ്യം ഈദ്ഗാഹിന് പോണത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കോട്ടക്കുന്നുമല ഇരുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. കോട്ടക്കുന്നുമലും പിന്നെ എന്താ പറയുക കോട്ടപ്പടി ഗ്രൗണ്ടിലും ഒക്കെ ഈദ്ഗാഹുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിട്ട് കൂടുതൽ ആൾക്കാർ എവിടെയാണോ കൂടുന്നത് അവിടെയാണ് കേട്ടോ നമ്മളും കൂടൽ. അങ്ങനെ ആകുമ്പോൾ ഒരുവിധം എല്ലാവരെയും നമ്മളെ റിലേറ്റീവ്സിനൊക്കെ ആ ഒരു നിസ്കാരത്തിൻ്റെ പോയാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ എല്ലാവരെയും കാണാനൊക്കെ പറ്റും. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ എല്ലായിടത്തും കൂടി ഒന്നും പോവലൊന്നും ഇപ്പോൾ നമുക്ക് പോസിബിൾ ആവില്ലല്ലോ ഒരു ദിവസം തന്നെ. എല്ലാവരും ഇങ്ങനെ പോകുന്നതന്നെ ആയിരിക്കില്ലേ. എന്നാലും മാക്സിമം നമ്മൾ റിലേറ്റീവ്സിനൊക്കെ അന്നത്തെ ദിവസം കാണലുണ്ട്. അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 7:15 തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിങ്ങൊക്കെ ഫുള്ളാണ് നമുക്ക് ഇവിടെ. അതാണ് അതിനൊരു ബുദ്ധിമുട്ട് ഇവിടെ. നമുക്ക് നമസ്കാരം ആരംഭിക്കാൻ സമയമായിരിക്കുന്നു. പുറകിൽ ഇനി സ്വഫ് ശരിയാവാൻ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ നിസ്കാരം തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കിലേറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ആരും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ റിലേറ്റീവ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഓരോരുത്തർ അങ്ങനെ തപ്പി കിട്ടുന്നത്. ഇവിടെ വരുമ്പോൾ മിക്കപ്പോഴും നമ്മളെ പഴയ ഫ്രണ്ട്സിനെ സ്കൂളിലോ കോളേജിലൊക്കെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ കാണലുണ്ട്. ഓരോ ഫാമിലി ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് കാണലുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ഒറ്റ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അസക്കും ഓളെ ഫ്രണ്ട്സൊക്കെ ഓളെ കൂടെ വിദ്യാനഗറിൽ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഈദ്ഗാഹിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു. നമ്മളിപ്പോൾ ഫ്രണ്ട്സൊന്നും ഇല്ലെങ്കിലും നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കലും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓനെനിക്ക് ഡ്രസ്സ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനൊന്നും കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ താത്തയുണ്ടായിരുന്നു, താരാക്കാൻ്റെ സിസ്റ്റർ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ പുറത്ത് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓടൈൻ്റെ ബിരിയാണിയൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ താത്താൻ്റെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഫസ്റ്റ് തന്നെ. ഇവിടെ നിറയെ ബലൂണ് അനാമിനെ കണ്ടപ്പോൾ തന്നെ ബലൂൺ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വരുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാ. അപ്പോൾ അതാ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ താത്താൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ മാച്ച് ചെയ്തു ഊഞ്ഞാൽ. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താത്ത രാവിലെ തന്നെ തേങ്ങാച്ചോറും ചിക്കൻ കറിയും പിന്നെ എന്താ പറയുക കുഞ്ഞിപ്പിടി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഈദ്ഗാഹിന് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തേങ്ങാച്ചോറൊക്കെ കഴിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. പെരുന്നാളിൻ്റെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കലില്ല കേട്ടോ. ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഫുഡ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പെരുന്നാൾ ഫുഡ്. ബീഫ് ബിരിയാണി ആയിരുന്നു നമ്മൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ 65 ഉണ്ട്, അടപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇനി വേഗം നമ്മളെ കസ്റ്റേർഡൊക്കെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ നമുക്കും ഗസ്റ്റുകളൊക്കെ വരും. അപ്പോൾ സ്വീറ്റ്സ് ആണല്ലോ ആദ്യം തന്നെ കൊടുക്കൽ. അപ്പോൾ എന്താ പറയുക ആർക്കും പിന്നെ ബിരിയാണി കാര്യങ്ങളൊന്നും ആർക്കും അങ്ങനെ വേണ്ടി വരില്ല. എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും. രാവിലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കും. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ ഈദ്ഗാഹ് കഴിഞ്ഞ് വന്നാൽ പിന്നെ എല്ലാവരും ചോറും ഒക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ലൂസാവും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ മാംഗോ പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ആ പഞ്ചസാര ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിലൊരു സിറപ്പ് ഉണ്ട് കേട്ടോ. ആ ഒരു മാംഗോ നല്ല ഫ്ലേവറുള്ള സിറപ്പാണ്. അത് സിറപ്പോട് കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ടെന്നാണെങ്കിൽ കുറച്ച് തണുത്ത പാലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് മിക്സാക്കി ഒന്ന് ലൂസാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യം കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പക്ഷേ ഇതിങ്ങനെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ്
കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ പാകത്തിനുള്ള ഒരു തിക്നെസ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ മാംഗോ സാഗോ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, ഞാനിത് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ അവിടെ പാത്രം കൊണ്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ, ഇതൊന്ന് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നല്ല ബൗളും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് സെർവ് ചെയ്യുക, അങ്ങനെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനൊന്നും സമയമില്ല, ഇവിടെ പാത്രം എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാനും വേണ്ടിയിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിന്. അപ്പോൾ അതാ ഞങ്ങളൊക്കെ വേഗം എടുത്ത് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ കസ്റ്റേർഡൊക്കെ കഴിച്ച് പിന്നെ ആപ്പാൻ്റെ വീട്ടിലൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാനും വേണ്ടിയിട്ടോ. ഞങ്ങൾ ഓൾറെഡി താത്താൻ്റെ വീട്ടിൽ നിന്ന് തേങ്ങാച്ചോറൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് എന്താ പറയുക, നമുക്ക് അത്ര കാര്യമായിട്ട് വിശപ്പൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മളെല്ലാവരും ഇപ്രാവശ്യം ഇവിടെ വീട്ടിൽ വെച്ച് തന്നെയാണ് പെരുന്നാൾ കേട്ടോ. അതായത് കാക്കിയും ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ് പെരുന്നാളിന്. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചോറൊക്കെ കൊടുക്കുകയാണ്. നേരെ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് താത്തയൊക്കെ പോയി. അപ്പോൾ പിന്നെ ഞങ്ങളും കുറച്ചേരൊക്കെ ഒന്ന് കിടന്നുറങ്ങി. എന്താ പറയുക, തലേ ദിവസം രാത്രി കുറേ ലേറ്റായിട്ടേ കിടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഗസ്റ്റൊക്കെ വരലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകുന്നേരത്തെ പെരുന്നാൾ അവിടെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ ഈ ബലൂണ് അനാമ രാവിലെ തന്നെ നോക്കി വെച്ചതാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ തിരക്കൂട്ടിക്കൊണ്ട് നിൽക്കിയിരുന്നു. പോകുന്ന വഴിക്ക് അനാമനും അനിയത്തിൻ്റെ മോൾക്കൊക്കെ ബലൂണൊക്കെ വാങ്ങി. സായറൊക്കെ വന്നിട്ടില്ല കേട്ടോ ഞങ്ങളെ കൂടെ. ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ വൈകുന്നേരം ആയിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് പോകാം എന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. പക്ഷേ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പിന്നെ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മാക്ക് തലചുറ്റലും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഈദ്ഗാഹിനൊന്നും ഉമ്മാക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രാത്രിയിൽ ഏതായാലും അനിയത്തിമാരും ഒക്കെ വരും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പിന്നെ ഉമ്മ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സായറാക്ക് പിന്നെ രാത്രി വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളിവിടെ വീട്ടിലെത്തിയപ്പോൾ പക്ഷേ ഞാൻ നോക്കുമ്പോൾ തന്നെ ഉമ്മ എത്തിയപ്പോൾ തന്നെ എൻ്റെ അസുഖമൊക്കെ മാറിയുമ്പോൾ ഉച്ചയായപ്പോൾ തന്നെ ഒക്കെ ഉഷാറായിന് അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഉമ്മാൻ്റെ ബിരിയാണി വെക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ബിരിയാണിയൊക്കെ വെക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ബിരിയാണി റെഡിയാണ്, അതേപോലെ തന്നെ ചെറുപയർ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാര്യമായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല, ഞാൻ പായസമൊക്കെ കുടിച്ചാടിയിരുന്നു. അനിയത്തിമാർ രണ്ടാളും രാത്രിയാവട്ടെ വരാൻ. ഇപ്പോൾ എന്താണ് എൻ്റെ നേരെ താഴെ അനിയത്തി പ്രസവിച്ചെടുക്കുകയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവളെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ പെരുന്നാളിൻ്റെ തലേദിവസം പോയതാണ്. അപ്പോൾ ഇന്ന് ഏതായാലും രാത്രിയിൽ അവരെല്ലാവരും വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ നല്ല ഇടയ്ക്കിപ്പോൾ മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും എന്താ പറയുക, നല്ല ചൂടും ചെടികളൊക്കെ ആകെ വാടി കിടക്കുകയാണ്. എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വേണ്ടേ. അപ്പോൾ അതാ എനിക്ക് അവിടെ നിന്നൊരു മാങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പച്ചയാണ്, പഴുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് കിട്ടിയത് പച്ച മാങ്ങയാണ്. അപ്പോൾ അങ്ങനെ മഗ്‌രിബൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സായറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. ഹാല ബേബിൻ്റെ ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ. അവൾക്കോളെ പപ്പയൊക്കെ വന്നാകെ പൊലിവായിട്ടുള്ള പെരുന്നാളാണ്. ഇവിടെ ഉമ്മ ഉച്ചയ്ക്ക് തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉച്ചക്കൊക്കെ ബിരിയാണിയൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. കാരണം ഞങ്ങളൊക്കെ വൈകുന്നേരം ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഉമ്മ വൈകുന്നേരത്തേക്കാണ് ഫുഡൊക്കെ ആക്കൽ. ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, ഉച്ചക്കൽക്ക് അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ അനിയത്തിയും എത്തിയിട്ടുണ്ട്. ഇവർ വന്നപ്പോൾ പൂത്തിരിയും പടക്കമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും യാതൊരു ക്ഷമയില്ല. ഞങ്ങളൊക്കെ പുറത്ത് ഉള്ളിൽ വർത്താനം പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ പൂത്തിരി എത്തിക്കലൊക്കെ തുടങ്ങിയെന്നും പറഞ്ഞ് വിളിച്ചതാണ്.
അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഫുഡ് എടുക്കാനുള്ള സമയമായി. ഞങ്ങളെല്ലാവരും ഇന്നിവിടെ സ്റ്റേ ആണ് കേട്ടോ. ഹസ്ബൻഡുമാരൊക്കെ പോകും, ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കാനും വേണ്ടി വന്നതാണ്. ഇപ്രാവശ്യം പെരുന്നാളിന് താത്തയും മക്കളും മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ താത്തയും മക്കളും ഓരിപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസം ദുബായി പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. അപ്പോൾ അതാ ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ അതാ ഫ്രൂട്ട്സ് കസ്റ്റേർഡ് ഉണ്ട്, പായസമുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഉള്ളവരൊക്കെ പോകും, ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ആക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.